ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ ബൺ മെറ്റീരിയൽസും അതുപോലെ തന്നെ പഴയ ബൺ മെറ്റീരിയൽസ് അതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ രണ്ടും രണ്ട് തരമൊക്കെ ആക്കലും ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാ കുറേ ഉണ്ട്, ഇനിയും ഒരുപാട് കെട്ടിക്കെടുക്കുന്നുണ്ട്. ഇപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാനായാലാണ് നമുക്ക് ഷോപ്പുകൾക്കൊക്കെ ഓർഡർ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ മോഡലൊന്നും ഇനി നമ്മളങ്ങനെ ഓഫർ റേറ്റിന് കൊടുക്കണില്ല. പിന്നെ ഒരുപാട് ഡാമേജ് ആയത് പിന്നെ ഇവിടെയൊക്കെ കെടുക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഒരുപാട് പേര് ഫ്രീ ആയിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് തരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പിങ്ങെങ്കിലും മുതലാവണ്ടേ. നമ്മൾ വാങ്ങണോടത്തുനിന്ന് നമുക്ക് 10 പൈസ കൂടെ ഒരു നിൽക്കില്ല. ഫുൾ എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് ഒരു സാധനം കൊണ്ട് എത്തിച്ചു തരുള്ളൂ. അപ്പം നമുക്കത് ഫ്രീ ആയിട്ട് തരിക എന്ന് പറയുമ്പോൾ എന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അവരവരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. എത്ര ആൾക്കെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗിവ് അവേ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് 10 ആൾക്ക് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോസും അതുപോലെ തന്നെ ഗിവ് അവേ ഒക്കെ ചെയ്യുക. ഇപ്പോൾ കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ മറ്റുള്ളവർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറഞ്ഞൊരു കിറ്റ്, അതായത് ആ കിറ്റിൻ്റെ റേറ്റ് കേട്ടാൽ പോലും നിങ്ങൾ ഞെട്ടിപ്പോവും. അതേപോലത്തെ ഒരു കിറ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കിറ്റിനോടൊപ്പം 20 പീസ് അടങ്ങിയിട്ടുള്ള ബൺ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പം അതും കുറഞ്ഞ റേറ്റിൽ. അപ്പം അത് എങ്ങനെയാണ് ഏതാന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ്. ഈ കിറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ബണ്ണുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വലിയ ഇലാസ്റ്റിക്കും ചെറിയ ഇലാസ്റ്റിക്കും 2 ഉണ്ട്. അതുപോലെ തന്നെ സാറ്റിൻ റിബണും ഓർഗൻസ റിബണും അങ്ങനെ 2 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് ബീഡ്സ് ഉണ്ട്. അതൊരു 50 ഗ്രാമോളം ഉണ്ട്. എല്ലാം പെടുട്ടതിൽ. പിന്നെ 2 ആലിഗേറ്റർ ക്ലിപ്പ്, ഗോൾഡും ഉണ്ടാവും സിൽവറും ഉണ്ട്. അങ്ങനെ 4. പിന്നെ ഉള്ളത് 2 വയർ ഹെയർ ബാൻഡ്. പിന്നുള്ളത് ഇതേപോലത്തെ 2 മാല, അതുപോലെ തന്നെ സാധാ 2 മാല, ഈ 2 ടാഗ്, അതേപോലെ ഈ 2 ടാഗ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കിറ്റാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. കണ്ട, അതിനോടൊപ്പം നമ്മൾ ഇത്രയും ബൺ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നല്ലോ. 20 പീസ് ഉണ്ടാവും. 20 പീസിൽ ചിലപ്പോൾ ഒരേപോലെ തന്നെ ആയിരിക്കും 2 പീസൊക്കെ. എന്നാലും നല്ല ബൺ മെറ്റീരിയൽസ് ആണ്. അതിൽ വൈറ്റ് ചിലപ്പം പുറം ലോകം ചിലപ്പം കളർ ഉണ്ടാവും, ഉള്ളിലേക്ക് കളറൊന്നും ഉണ്ടാവില്ല. ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ചിലത് മാത്രം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. അതല്ല നിങ്ങളുടെ മക്കൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. പുറത്ത് കൊടുക്കണമെങ്കിലും പുറത്ത് കൊടുക്കുക, കുഴപ്പമില്ല. നല്ല ബൺ മെറ്റീരിയൽസ് ആണ്. നമ്മൾ കുഴപ്പമുള്ളതാണെങ്കിൽ നമ്മൾ കുഴപ്പമുണ്ടെന്ന് പറയും. വൈറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ചളി ഉണ്ടാവും, പക്ഷെ ഉള്ളിലേക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനത്തെ ഉണ്ടാവും. ഇനി ഇതൊന്നും പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ബാക്കിയുള്ളതൊക്കെ നല്ല പീസുകളാണ്. കണ്ട, ഒക്കെ നല്ല ബൺ മെറ്റീരിയൽസ്. നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് ഇതൊക്കെ. പക്ഷെ അത് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ചെറുതായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കിറ്റ് എടുക്കുകയാണെങ്കിൽ ആ കിറ്റിനോടൊപ്പമാണ് നമ്മൾ 20 പീസ് ബൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പിന്നെ ഈ ഒരു കിറ്റ് എടുക്കുമ്പോൾ ഈ ഒരു കിറ്റിലുള്ള അതേ സാധനം തന്നെ രണ്ടാമത്തെ ആൾക്കും കിട്ടണം എന്നുണ്ടാവില്ല. നമ്മളൊരു സ്റ്റോക്കൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള അതേ സാധനം തന്നെ ആവില്ല വേറൊരാൾക്ക് കിട്ടുക. എന്തായാലും ഇതിൽ എത്ര സാധനം ഉള്ളത് വെച്ചെങ്കിൽ ഇതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കിറ്റുകൾ തയ്യാറാക്കുക. അപ്പോൾ കിറ്റ് തയ്യാറാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ചിലപ്പോൾ ആയിരിക്കണം 1-2 സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയണ്ടേ? റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒന്നും കൂടെ ക്ഷമയോടുകൂടി ഇരുന്ന് കാണുക.
ലാസ്റ്റിലേക്ക് ഞാൻ പറയാം. പിന്നെ ഒരുപാട് പേര് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല, കാണാണ്ട് തന്നെ നമ്പർ എടുത്തിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ ഇനിയും വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലാണ് മറ്റുള്ളവർ, കമൻറ്റ് നോക്കിയിട്ടാണ് മറ്റുള്ളവരൊക്കെ അത് വിലയിരുത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഷിപ്പിംഗ് എന്ന് പറയണത് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം കൊണ്ടുപോയിട്ട് വേണം അയക്കാൻ. കൊറിയർ ആകുമ്പോൾ നമുക്ക് അവരിവിടെ വന്നിട്ട് എടുത്തു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് സാധനം കയ്യിൽ നിന്ന് പോകും. പക്ഷെ കൊറിയർ ആകുമ്പോൾ അവർ പറഞ്ഞ സമയത്തിനാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ, പോസ്റ്റ് ആകുമ്പോൾ. അപ്പം അതിന് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും അപ്പോൾ ഈ ഒരു കിറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് അറിയണ്ടേ? അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം 100 രൂപയാണ് റേറ്റ് വരുന്നത്. അതായത് ഈ ഒരു കിറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബൺ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് തരാൻ പോണത്. അപ്പോൾ ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ 100 രൂപക്കാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു ഓഫറാണ്. നമ്മളെല്ലാം വിറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ